Welcome to Vedantu Malayalam channel. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് നമ്മുടെ കീമിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ് പറയാനാണ്. എല്ലാ സബ്ജക്ട്സിൻ്റെയും ചാപ്റ്റർ വെയിറ്റേജ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന്റെ വെയിറ്റേജ് ആണ്, നമ്മൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. So നമ്മൾ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ്. അപ്പം ബേസിക്കലി യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് ഡൈമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 to 2 ക്വസ്റ്റ്യൻസ് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. എല്ലാ വർഷവും 1 to 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി ചോദിച്ചു വരുന്നത് ഡയമെൻഷൻ അനാലിസിസും ഇറർ അനാലിസിസും ആണ്. സോ ഇത് രണ്ടുമാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട സാധനങ്ങൾ. നെക്സ്റ്റ് വൺ മെക്കാനിക്സ് ആണ്. അപ്പോൾ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ലൈക്ക് നമ്മുടെ എന്താ പറയുന്നത്, മോഷൻ ഇൻ എ പ്ലെയിൻ, motion in a straight line, then laws of motion, mechanical properties of solids, fluids, etc. അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ഓൾ ടുഗെദർ അതായത് ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് 30+ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ മേജറായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൈനമെറ്റിക്സ്, അതായത് നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിനും, അതായത് മോഷൻ ഇൻ 1 dimension, then next is 2 dimension. അതാണ് നമ്മൾ കൈനമെറ്റിക്സിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് 4 to 6 ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു സോണിൽ നിന്ന് മാത്രമേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വർക്ക് എനർജി തിയറം ആണ്. വർക്ക് എനർജി പവർ നമ്മൾ പറയുമ്പം അവിടെ നിന്ന് സാധാരണയായിട്ട് 1 or 2 ക്വസ്റ്റ്യൻസ് അതാണ് വരാറുള്ളത്. ഗ്രാവിറ്റേഷനിൽ നിന്നും അങ്ങനെ തന്നെയാണ്, 1 or 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ക്ലിയർ? ദെൻ ലോസ് ഓഫ് മോഷൻ ആണെങ്കിൽ അഗെയിൻ ഹൈ വെയിറ്റേജ് ആണ് വരുന്നത്. ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 5 to 7 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, യെസ്. അപ്പം ഇതാണ് നമ്മുടെ മെക്കാനിക്സിലെ മേജർ ആയിട്ട് വരുന്നത്. പിന്നെ സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് രണ്ട് ഇതിൽ നിന്നും കൂടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് എന്ന് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. വാരിയിങ് ആണ്. ചില പ്രാവശ്യങ്ങളിൽ 3 ക്വസ്റ്റ്യൻസും ചില പ്രാവശ്യങ്ങളിൽ 4 ക്വസ്റ്റ്യൻസ്, ചിലതിൽ 6 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ആണ്. അവിടെ നിന്നും വെയിറ്റേജ് കുറവാണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ചോദിച്ചത്. 2 ചാപ്റ്ററിൽ നിന്നായിട്ട് 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് തെർമൽ ഫിസിക്സ്. ഓക്കെ, തെർമൽ ഫിസിക്സ് പറയുമ്പം 6 ക്വസ്റ്റ്യൻസ് മിനിമം ആണ്. 3 ചാപ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൈനറ്റിക് തിയറി ഉണ്ട്, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് ഉണ്ട്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഉണ്ട്. ഈ 3 ചാപ്റ്ററിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് മിനിമം നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ 3 ക്വസ്റ്റ്യൻസും ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ നമ്മൾ കൈനമെറ്റിക്സ് പറഞ്ഞു, അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ആവറേജ് വെലോസിറ്റി, ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൈനമെറ്റിക്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. യെസ്. പിന്നെ നമ്മൾ പറയാനുള്ളത് ഇനി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. ദെൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് മൂവിങ് ചാർജസും മാഗ്നറ്റിസം ആൻഡ് മാറ്ററും ആണുള്ളത്. പ്ലസ് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയും കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കറണ്ട് ഇലക്ട്രിസിറ്റി. സോ ടോട്ടൽ 20+ ക്വസ്റ്റ്യൻസ് ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് വരാനായിട്ട് സാധ്യതയുണ്ടെന്നല്ല, തീർച്ചയായിട്ടും വരും. ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ മെയിൻലി ചോദിച്ചു വന്നിട്ടുള്ളത് സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചു വന്നിട്ടുള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ, കപ്പാസിറ്റൻസ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ്, ഇതൊക്കെയാണ് മേജറായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് കറണ്ട് ഇലക്ട്രിസിറ്റി 3 ക്വസ്റ്റ്യൻസ്. ദെൻ ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ റേ ഒപ്റ്റിക്സ് ഉണ്ട്, വേവ് ഒപ്റ്റിക്സ് ഉണ്ട്. യൂഷ്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ചാപ്റ്റേഴ്സിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ച് വെയിറ്റേജ് ആണ് ഇവിടെ വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് 2 ചാപ്റ്ററിൽ നിന്നായിട്ട്. കാരണം നമ്മൾ മറ്റ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം നോക്കിയിട്ടുണ്ടെങ്കിലും ഒപ്റ്റിക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ കീം എക്സാമിന് നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് എന്താ പറയുന്നത്, കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ സെമി കണ്ടക്ടേഴ്സും പിന്നെ നമ്മുടെ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് വരുന്നത്. അതിൽ നിന്ന് ഏകദേശം 6 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ അഗെയിൻ മോഡേൺ ഫിസിക്സ് എന്ന് പറയുമ്പോൾ 3 ചാപ്റ്റേഴ്സ്, ഡുവൽ നേച്ചർ വരുന്നുണ്ട്, ന്യൂക്ലിയർ വരുന്നുണ്ട്, ആറ്റം വരുന്നുണ്ട്. ഈ 3 ചാപ്റ്ററാണ്. ഈ 3 ചാപ്റ്ററിൽ നിന്ന് മേജർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡീകെ റിലേറ്റഡ്, ഓക്കെ, ദെൻ വർക്ക് ഫംഗ്ഷൻ, പിന്നെ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് മേജറായിട്ട് ചോദിച്ചു വന്നിട്ടുള്ളത്. ആൻഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത്രയും ടോപ്പിക്സിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മാരത്തോണിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അതൊന്നും പേടിച്ചാരും ഇരിക്കേണ്ട. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ആണ്. സോ ഷിബ്ല മാം നമ്മുടെ അടുത്തേക്ക് വരുവാണ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫിസിക്സ് ഒക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രീൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്, ഇക്വിലിബ്രിയം ആൻഡ് തെർമോഡൈനാമിക്സ് ഉണ്ട്. ഇതാണ് നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സ് പാർട്ടിൽ നിന്നാണ്. പിന്നെയാണ് നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് വരുന്നത്. കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ പൊതുവേ ചോദിച്ച് കാണുന്നത് ബോണ്ട് ഓർഡർ കാണാനും ഡൈപോൾ മൊമെൻറ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത് മെയിനായിട്ട്. ആൻഡ് ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സ് നോക്കുമ്പോൾ ഇക്വിലിബ്രിയത്തിൽ മെയിനായിട്ട് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ചോദിക്കുന്നുണ്ട്. ആൻഡ് തെർമോഡൈനാമിക്സ് നമുക്കറിയാം നമ്മുടെ ഗിബ്സ് എനർജി പാർട്ട്, അവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചു വരുന്നത്. സിമ്പിളായിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് ഈ സൈഡിൽ നിന്ന് കൂടുതലായിട്ടും ചോദിക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല, അത് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററും കെമിക്കൽ കൈനറ്റിക്സും നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയും. ഓക്കെ, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സും ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന വേറൊരു ചാപ്റ്റേഴ്സ് ആണിത്. പിന്നെ നമുക്കുള്ളത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. നമ്മുടെ ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. 5 ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ദെൻ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതായത് ഒരു മാക്സിമം 3 ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കുന്നത്. അതായത് എന്താ പറയുക, നമ്മുടെ നെയിമിംഗ് ആയിരിക്കും കൂടുതലായിട്ടും ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. ഓൾസോ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ, അതായത് ഡബിൾ ബോണ്ടഡ് കാർബൺ, സിംഗിൾ ബോണ്ടഡ് കാർബൺ, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ, ഒരു മോളിക്യൂൾ തന്നിട്ട് അതിൽ ഓരോ കാർബണിൻ്റെയും ഹൈബ്രിഡൈസേഷൻ കാണാനായിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ GOC നമുക്ക് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പൊതുവേ ചോദിച്ച് കാണാറുള്ളത്. നോമൻക്ലേച്ചർ ഉണ്ടായിരിക്കും, കോംപ്ലക്സിൻ്റെ നോമൻക്ലേച്ചർ ചോദിക്കും. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ ഐസോമറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കേസിൽ. നെക്സ്റ്റ് വൺ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇപ്പോൾ ഞാനിവിടെ ഹാൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസും കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് ഹാലോ അൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നമ്മളെ ആ 4 ചാപ്റ്റർ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ 12th പഠിച്ചിട്ടുള്ള ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സും ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സും നമ്മുടെ ഹാലോ അൽക്കെയിൻസും അമീൻസും, ഈ 4 ചാപ്റ്റേഴ്സിനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതായത് കൺവേർഷൻ ക്വസ്റ്റ്യൻസ് ആയാലും അങ്ങനത്തെ ഒരുപാട് അവർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളാരും ഇതൊന്നും കേട്ട് പേടിക്കണം. നമ്മുടെ ലൈവിൽ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും പറ്റാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ലൈവൊക്കെ കാണുക. ദെൻ അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് ബേസിക് കോൺസെപ്റ്റ്സ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന വേറൊരു ടോപ്പിക്കാണ് നമ്മുടെ അറ്റോമിക് സ്ട്രക്ചറും ബേസിക് കോൺസെപ്റ്റ്സും. മോൾ കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്ക് ഈസി ആയിട്ട് ഈ ഒരു 3 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈ വെയിറ്റേജ് ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ആ ചാപ്റ്റേഴ്സിലൂടെ നിങ്ങൾ പോയാൽ തീർച്ചയായിട്ടും ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബയോമോളിക്യൂൾസ്, നമുക്കറിയാം നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. അതുപോലെ തന്നെ പോളിമേഴ്സ്, ഇതിൽ നിന്നൊക്കെ നമ്മൾ 2 മാർക്സിനല്ല 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ച് കാണാറുള്ളത്. ഓൾസോ സൊല്യൂഷൻസ്, മെറ്റലർജി, സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, ഈ 3 ചാപ്റ്റേഴ്സിൻ്റെയും 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ലോ വെയിറ്റേജ് ആണെങ്കിലും പെട്ടെന്ന് പഠിച്ചിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ട് വരിക. ആൻഡ് ഓൾസോ നമ്മൾ ലൈവിൽ ഈ എല്ലാ ടോപ്പിക്സും നമ്മൾ ലൈവിലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. PYQസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മൺഡേ നമ്മുടെ ലൈവിൽ വരിക. മൺഡേ ടു നമ്മുടെ എക്സാമിൻ്റെ തലേ ദിവസം വരെ നമ്മൾ ലൈവിൽ ഉണ്ടായിരിക്കും. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. യെസ്, അപ്പോൾ നമ്മുടെ കെമിസ്ട്രിനെ കുറിച്ച് സംസാരിക്കാൻ ഇത്രയേ ഉള്ളൂ. നമുക്കിനി മാത്സിൻ്റെ കേസ് നോക്കാം. മാത്സിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. മാം വരും. അപ്പോൾ നമുക്ക് മാത്സിലെ എങ്ങനെയാണ് നമ്മുടെ വെയിറ്റേജ് എന്ന് നോക്കാം. ആദ്യം സെറ്റ്സ്, റിലേഷൻ, ഫംഗ്ഷൻ ആൻഡ് ബൈനറി ഓപ്പറേഷൻ എന്ന് മിനിമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 to 9 ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഇതാണ് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. 15 to 20 ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഇതിൽ നിന്നുണ്ട്. ഓക്കെ, ഇൻ്റഗ്രൽ കാൽക്കുലേഷൻസ്, ഇതിൽ നിങ്ങൾ പേടിക്കേണ്ട. ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ്, അത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നു, നിങ്ങൾ പേടിക്കേണ്ട. ഇതിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 10 to 15 മാർക്കിന് വരും അത്. ഓക്കെ, ആൻഡ് ഡിഫറൻഷ്യൽ ഈക്വേഷൻ, ഇത് വളരെ ചെറിയ ചാപ്റ്റർ ആണ് എങ്കിൽ പോലും ഇവിടെ നിന്ന് നമുക്ക് 3 to 4 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ,
ട്രിഗ്നോമെട്രി ഇത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു 7 to 10 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് 2-dimensional ജിയോമെട്രി ഇതിൽ നിന്ന് നമുക്ക് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മീൻസ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് നമുക്ക് 13 to 15 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് 6 to 7 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇത് മാത്രമല്ല, ആൻഡ് മച്ച് മോർ കോൺസെപ്റ്റ്സ് ഉണ്ട്. അത് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ ആൻഡ് ബൈനോമിയൽ തിയറം. ഇതിൽ നിന്ന് 7 ക്വസ്റ്റ്യൻ വരെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കോംപ്ലക്സ് നമ്പർ 7 to 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഇത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. മാട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ഇതിൽ നിന്ന് നമുക്ക് 5 to 6 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണാൻ പറ്റുന്നത്. പ്രോബബിലിറ്റിയിൽ നിന്ന് 5 to 6ഉം വെക്ടേഴ്സിൽ നിന്ന് 7 to 8ഉം. ഈ വെക്ടേഴ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ 7 to 8 മാർക്സ് ഫ്രം 3-dimensional ജിയോമെട്രിയിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് 7 to 8 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ഇൻഇക്വാലിറ്റീസ്, മാത്തമാറ്റിക്കൽ റീസണിങ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ലീനിയർ പ്രോഗ്രാമിംഗ് ഇത് ഇത്രയും നിന്നും ടോട്ടലായിട്ട് ചില കോൺസെപ്റ്റിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസേ വരാതെയും ഉണ്ട്. സോ ടോട്ടലായിട്ട് ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് 4 to 5 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ മാത്തമാറ്റിക്സിൽ നിന്ന് പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽക്കുലസ് ആണ്. കാൽക്കുലസിൽ നിന്നാണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ വെയിറ്റേജ് ഫ്രം ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്. യെസ്, അപ്പോൾ നമ്മുടെ ഈ സെഷൻ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓൾസോ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഇനി ലൈവിലാണെങ്കിലും നമ്മുടെ നോട്ട്സും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് നമ്മുടെ ടെലഗ്രാം ത്രൂ ആയിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, എല്ലാവരും പോയി ജോയിൻ ചെയ്യുക. ഓൾസോ ലൈവിൽ എല്ലാവരും കറക്റ്റ് ടൈമിൽ അറ്റൻഡ് ചെയ്യുക. പറഞ്ഞ പോലെ വാട്ടർ ബോട്ടിലും പെന്നും ബുക്കൊക്കെ നിങ്ങളെ കയ്യിൽ വെച്ചിട്ട് എല്ലാവരും വന്ന് ജോയിൻ ചെയ്യുക. ഓൾസോ നിങ്ങൾ ഈ ചാനലിൽ പുതുതായിട്ട് കാണുകയാണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക, ലൈവിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും അറിയിക്കുക. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ മാം? യെസ്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. നമുക്ക് മൺഡേ കാണാം. ഓക്കെ.